ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് വിളക്ക് വയ്ക്കൽ ചടങ്ങിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തും കിടക്കണമെന്ന് നോക്കണ്ട, അതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാ. എങ്ങോട്ട് മാറ്റി മറിച്ച് വെച്ചാലും അത് അവിടെ തന്നെ വന്ന് കിടക്കും. അതങ്ങനെ ഒരു സംഭവം. വിളക്കൊക്കെ വെച്ച് ഒന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അമ്മേ വായു പറഞ്ഞ് നീരവ് റൂമെന്ന് വിളിക്കുകയാണ്. പറ്റിയ വെച്ച് ഓടി ചെന്ന് നോക്കുമ്പോൾ അവൻ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലോണയും അതേപോലെ തന്നെ ബ്ലാങ്കറ്റും അവിടെ മടക്കി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തട്ടി മറിച്ചിട്ടിട്ട് അവ ഒരറ്റത്ത് വന്ന് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ലേറ്റ് ആവട്ടെ വെച്ചിട്ട് അവനെടുത്തിട്ട് ഞാൻ ഇറങ്ങി. പ്രത്യേകിച്ച് ഇങ്ങോട്ടും കേട്ടോ, അവനെ മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടി ഇറക്കി വിടുകയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പതിവുണ്ട്. പിന്നെ ഒരു കട്ടൻ ചായ കൊടുക്കലും പതിവുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും അവ എണീറ്റ് കഴിഞ്ഞിരുന്നു. വിളക്ക് വെച്ച് നിൽക്കുമ്പോഴാണല്ലോ അവൻ വിളിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വെച്ചിട്ടായിരുന്നു. അങ്ങനെ അവൻ്റെ പാട്ടിന് വിട്ടിട്ട് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ വെറുതെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വികൃത രൂപമായിട്ടുണ്ടായിരുന്നുട്ടോ. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അടുക്കളയ്ക്ക് പോകാനുള്ള പോക്കാണ് കേട്ടോ ഈ ഒരുങ്ങി അടങ്ങി നിൽക്കണത്. അപ്പോൾ കുറച്ച് ക്രീമും പിന്നെ ഒരു പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെ പോകാൻ വെച്ചിട്ടായിരുന്നേ. അപ്പോഴേക്ക് നീരവ് അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അവന് 4 വയസ്സായി. എൻ്റെ കുത്തിവെപ്പല്ല, വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 ദിവസമായില് പറയണു അവന് 4 വയസ്സാവണു. അപ്പോൾ അങ്ങനെ ആയി. അപ്പോൾ തന്നെ ആശാ വർക്കറെ വിളിച്ചിട്ട് ഇങ്ങനെ ഹെൽത്ത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലേറ്റ് ആവേണ്ട, കയ്യോടെ പോയിട്ട് അതും കൂടെ ചെയ്തിട്ട് വരാൻ വെച്ചിട്ടാണേ. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുടി തൊടാൻ വേണ്ടി പോയി. അപ്പോൾ കുടി തൊടുമ്പോൾ അവൻ അവിടെ കുളിച്ചിട്ടും പല്ലു തേക്കാണ്ടും എന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നെ കുളിപ്പിച്ചില്ലല്ലോ പറഞ്ഞിട്ട്. കുളിപ്പിക്കണേനും തൊട്ട് മുന്നേ നമുക്കൊന്ന് അടുക്കളയിൽ കയറണ്ടേ, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഉണ്ടാക്കണമല്ലോ വെച്ചിട്ട് വേഗം അത് ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ പോകാൻ റെഡിയാവാൻ. അപ്പോൾ വേഗം കുറച്ച് റവ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് എന്നെ കൈയോടെ ഉണ്ടാക്കാം. റവേനെ വെള്ളത്തിക്ക് അങ്ങോട്ട് ഇട്ട് മൂടി വെച്ചിട്ട് പിന്നെ അവന് സ്നാക്സിൻ്റെ ബോക്സിൽ എന്ത് വയ്ക്കുന്നു വിചാരിച്ചപ്പോഴാട്ടോ നേന്ത്രപ്പഴം ഇരിക്കണം കണ്ടത്. ഒരു പകുതി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ച് അതിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി അവനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കായിരുന്നു കേട്ടോ. ഉപ്പുമാവിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു. വലിയൊരു കയ്യിലാണ് കേട്ടോ കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, വേഗം വയറ്റിലെത്തിയിട്ട് വേണമല്ലോ നമുക്ക് ഇറങ്ങാൻ വെച്ചിട്ട് അതും കൂടെ വേഗം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും ഓട്ടായിട്ടോ. 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേഗം ചെന്നിട്ട് അല്ലെങ്കിൽ തിരക്കിൽ പെട്ടാലോ. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഹെൽത്ത് സെൻറ്ററിൽ എത്തിയപ്പോൾ ഇത്തിരി നേരം ഒന്ന് പോസ്റ്റായിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കുടുംബന്മാരും കുഞ്ഞു ഉണ്ണികളും ഒക്കെ കൂടി വന്നപ്പോൾ ഞങ്ങൾക്കൊരു നേരം പോക്കായി. നീരവന് നല്ല ഇഷ്ടമായിട്ടോ. ഉണ്ണിയോളിനൊക്കെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങളിതാ കയറാൻ പോവാണേ. അപ്പോൾ ഒരു കുഞ്ഞു ഉണ്ണിയുടെ കൈമയും കാലുമൊക്കെ സൂചി കുത്തണണ്ടിട്ടൊക്കെ ആകെ വിഷമമായത് കഴിഞ്ഞ് നീരവനൊന്ന് കയറ്റി. എൻ്റെ കൂട്ടത്തിൽ 5 വയസ്സായ വേറൊരു കുട്ടിയിട്ടാണ്. അവനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയേ. എങ്ങനെയുണ്ട് വരുന്നത്? എന്ത് ശാദാ? ഇങ്ങോട്ട് നോക്ക്. അതെ, ശാദുണ്ടോ? അതെ.